അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഇന്ന് ഇന്ത്യനൂർ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിലാണ്. എൻ്റെ അച്ഛമ്മയാണ് വണ്ടി ഓടിക്കുന്നത്. അച്ഛമ്മ പണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ നിർത്തി ഒരു കട തുടങ്ങി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ ഒരു ഇന്ത്യനൂർ എന്നാണ്. അപ്പോൾ കുറേ പോവാണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. ഗണപതി, വിഷ്ണു, അയ്യപ്പൻ, ശിവൻ ഇവരൊക്കെയാണ് അവിടെ പ്രതിഷ്ഠ. അപ്പോൾ മമ്മി, പിന്നെ ഞാൻ, അമ്മ, ഞങ്ങളെല്ലാവരും കൂടിയാണ് അമ്പലത്തിൽ പോണത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ ജസ്റ്റ് ഫാസ്റ്റാക്കി കാണിച്ചു തരാം. കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ. എൻ്റെ സ്കൂളിൻ്റെ വഴി കൂടെയാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. അത് ഉള്ളൊന്നും കാണാൻ പറ്റില്ല. കയറുന്ന വഴിയെ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. അവിടെ മനസ്സിലാവും. ഇത് കാണിച്ചു തരാം. ഇപ്പം എത്തും. ഈ കാണുന്നതാണ് സ്കൂളിൻ്റെ വഴി. VVM ഹയർ സെക്കൻഡറി സ്കൂൾ. ഇങ്ങനെ കയറിപ്പോയാൽ 2-3 ബ്ലോക്കൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പഠിക്കുന്ന സ്കൂള്. ഇവിടെയൊക്കെ മഴയായിരുന്നെന്ന് തോന്നുന്നു. റോഡൊക്കെ നനഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ത്യനൂർ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ മണമാണ് ഗൈസ്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ സ്ഥലം നോക്കുക. വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ചളിയാണ് ഗൈസ്. ഇവിടെ യാഗോയിലാണ് വന്നതെന്ന്. ഫുൾ ചളിയാണ് ഗൈസ്. വന്ന പാടെ അച്ഛമ്മ നേരെ കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകി സെറ്റായി. ഇവിടെ 2 കുളമുണ്ട്. ക്ഷേത്രത്തിലേക്ക് കയറാൻ പോകണതാ. ചെരുപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ കയറി. സാധാ കൗണ്ടറിലൊക്കെ അധികം ആളില്ല. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായാണ് വന്നത്. ഈ അമ്പലത്തിലെ വേറെന്തോ സ്ഥലമാണത്. നല്ല കിടില മേൽക്കൂര. നമ്മുടെ ഗണപതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ തൊഴാൻ വേണ്ടി കയറാൻ പോവാണ്. നമ്മൾ അടുത്ത് തൊഴാൻ പോകണം. അടുത്ത നടയിലേക്ക്. ഗണപതിൻ്റെ ഫോട്ടോ ആണ് അവിടെ മെയിൻ ഹൈലൈറ്റ്. നോക്കി എന്ത് രസമാണ്. പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിറങ്ങി പ്രസാദം കിട്ടി ഗൈസ്. ഇവിടുത്തെ മെയിൻ പ്രസാദമായ ഒറ്റ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരു ചേച്ചി നമുക്ക് തന്ന് ഹെൽപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ പ്രസാദം വാങ്ങി. പക്ഷേ ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഞാൻ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. നന്ദീൻ്റെ ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ സാധിക്കുന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം. കുറേ ഒറ്റ കിട്ടി. ഇത് മാത്രമൊന്നുമല്ല, ഈ അമ്പലത്തിന് 1500 വർഷം പഴക്കമുണ്ടെന്നാണ്
നമ്മൾ അറിഞ്ഞത്. മലപ്പുറം ജില്ലയിലുള്ള മിക്ക ആൾക്കാരും ഈ അമ്പലത്തിൽ വന്ന് കാണാം. അത്രയും ഫേമസ് ആയ ഒരു അമ്പലമാണ്, ഹിന്ദുക്കൾക്ക് പ്രിയപ്പെട്ടതും. അപ്പോൾ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവാണ്. ഇവിടുത്തെ 2 കുളങ്ങളുണ്ട്. ഇതിലൊരു കുളമുണ്ട്. ഉണ്ടോ ഗൈസ്, വെള്ളം കാറ്റിനനുസരിച്ച് നീങ്ങുന്നുണ്ടോ? രണ്ട് കുളത്തിലും കുറച്ചുകൂടി ഭംഗി ഇതല്ലേ. എനിക്ക് കുറച്ചുകൂടി കാണാൻ ഭംഗി വന്നത് ഈ കുളമാണ്. ഈ കുളമാണ് ഗൈസ്, നല്ല നീല വെള്ളം. നമ്മൾ പോവാ. ഇതേ നമ്മളിവിടെ വലിയ ആൽമരം തിരിഞ്ഞപ്പോൾ കണ്ടു. നമ്മളിപ്പോൾ ഇന്ത്യനൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ തിരിച്ച് ഇപ്പോൾ കാറിൽ കയറാൻ പോവാം. കാറ് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കാറ് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ചായ കുടിക്കാൻ പോകാം. പാർക്കിംഗ് സ്പേസിലാണുള്ളൊരു രുചി വനിതാ ഹോട്ടലിലേക്ക് കയറുവാണ്. രുചി വനിതാ ഹോട്ടൽ ശരിപ്പ് അഴിച്ചിടണം. അവരെന്തെല്ലാം ഓർഡർ ചെയ്തു, എനിക്കുള്ളത് വന്നിട്ടില്ല. ഉള്ളതൊക്കെ എത്തി, എനിക്കുള്ളത് കിട്ടിയിട്ടില്ല ഗൈസ്. എൻ്റെത് വരും, ഞാൻ അതാ ചേട്ടന് തരാം. കുറേ നേരത്തിന് ശേഷം എനിക്കുള്ള എത്തി. ഡോർ വാങ്ങി തിരിച്ച് കയറി നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ ഇന്ത്യനൂർ ക്ഷേത്രത്തിന് ബായ് പറഞ്ഞ് പോകാൻ പോവാണ്.